യാത്രക്കിടയിൽ പക്ഷികളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. മുന്നിൽ പറക്കുന്നവർ പിന്നിലേക്ക് വരും, പിൻഭാഗത്തുള്ളവർ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കും. നീണ്ട യാത്രയിൽ പക്ഷികൾക്ക് ഊർജം നൽകുന്ന പ്രത്യേകം ഹോർമോണുകളും അവയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. കാനഡ ഗൂസുകളുടെ ഈ യാത്ര നിരീക്ഷിക്കാൻ മനുഷ്യർ പ്രത്യേക സംവിധാനം ഒരുക്കി കാത്തിരിക്കുന്നുമുണ്ട്. സന്ധ്യ കഴിഞ്ഞാലോ, ഇരുട്ടായല്ലോ എന്ന് കരുതി സംഘം ചിലപ്പോൾ പറക്കം നിർത്താറില്ല. ലക്ഷ്യത്തിലെത്തും വരെ നിർത്താതുള്ള യാത്രയാണ്. അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലോ മെക്സിക്കോയിലോ യാത്ര അവസാനിപ്പിക്കുന്ന അവയുടെ മടക്കയാത്ര മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. നിരന്തരാതെ പായുന്ന തീവണ്ടികൾ കേരളത്തിലും എത്തുന്നു. കൊച്ചി നഗരത്തിൽ ആരംഭിക്കാൻ പോകുന്ന മെട്രോ റെയിലിലാണ് കാന്തിക ശക്തിയാൽ പ്രവർത്തിക്കുന്ന പാളം തൊടാതെ പായുന്ന തീവണ്ടികൾ ഓടിക്കാൻ ആലോചിക്കുന്നത്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രാൻസ്പോർട്ട് എന്ന പൂർണ്ണ രൂപമുള്ള മഗ്ലെ ട്രെയിനുകളാണ് കാന്തിക ശക്തിയാൽ പാളം തൊടാതെ പായുന്നത്. മഗ്ലെ ട്രെയിനുകളെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? പാളത്തിൽ തൊടാതെ പായുന്ന ട്രെയിനുകൾ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിലം തൊടാതെ പറക്കുന്ന ട്രെയിനുകൾ. കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? പക്ഷേ സത്യം തന്നെ. മാഗ്ലെവ് ട്രെയിൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അവയുടെ പൂർണ്ണരൂപം മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രാൻസ്പോർട്ട് എന്നൊക്കെയാണ്. കൊച്ചിയിൽ മെട്രോ ലൈനിൽ മാഗ്ലെവ് ട്രെയിനുകൾ എത്തുകയാണെങ്കിൽ നമുക്കും ആ അത്ഭുത ട്രെയിനുകൾ നേരിൽ കാണാം, സഞ്ചരിക്കാം. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം, മാഗ്നറ്റ് അതായത് കാന്തവുമായി എന്തോ ബന്ധമുണ്ടെന്ന്, അല്ലേ? ശരിയാണ്. കാന്തിക ശക്തിയാലാണ് മാഗ്ലെവ് ട്രെയിനുകൾ മുന്നോട്ട് കുതിക്കുന്നത്. കാന്തിക ശക്തിയുള്ള പാളങ്ങളും തീവണ്ടി ബോഗികളിൽ ഘടിപ്പിച്ചിട്ടുള്ള കാന്തിക ഉപകരണങ്ങളുമാണ് ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുക. കാന്തിക ശക്തിയാൽ മുന്നോട്ട് കുതിക്കുന്ന ട്രെയിൻ പാളത്തിൽ നിന്നും ഏതാനും മില്ലിമീറ്റർ ഉയരത്തിലാവും സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ചക്രങ്ങളുടെ ആവശ്യമില്ല. ഫലമോ, തീവണ്ടി ചക്രങ്ങൾ പാളത്തിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ശബ്ദവും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം, ട്രെയിൻ നിർത്തുമ്പോഴും ഓടിത്തുടങ്ങുമ്പോഴും ചക്രങ്ങൾ ആവശ്യമുണ്ട്. കാരണം മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ വിദ്യ ഉപയോഗിക്കാനാവില്ല. മറ്റൊരു കാര്യം, മാഗ്ലെവ് ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോൾ കുലുക്കമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ യാത്രാ സുഖം കൂടും. പ്രത്യേകം തയ്യാറാക്കിയ കോച്ചുകളാണ് ഇത്തരം ട്രെയിനുകളിൽ ഉള്ളത്. സാധാരണ തീവണ്ടി ബോഗികളുടെ അത്ര വലിപ്പമുണ്ടാവില്ല. സാധാരണയായി മണിക്കൂറിൽ 250 മുതൽ 300 വരെ കിലോമീറ്റർ വേഗത്തിലാണ് മഗ്ലെവ് ട്രെയിനുകൾ പായുന്നത്. എന്നാൽ മണിക്കൂറിൽ 581 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിച്ച് റെക്കോർഡിട്ട ചരിത്രവും മഗ്ലെവ് ട്രെയിനിനുണ്ട്. ജപ്പാനിലും തെക്കൻ കൊറിയയിലുമാണ് മഗ്ലെവ് ട്രെയിനുകൾ ഏറ്റവും അധികം സർവീസ് നടത്തുന്നത്. എന്നാൽ ചൈനയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരം കാന്തിക ട്രെയിനുകൾ ഓടുന്നുണ്ട്. ചൈനയിലെ ഷാൻഹായ് മഗ്ലെവ് ട്രെയിൻ സർവീസ് പ്രസിദ്ധമാണ്. എന്തായാലും കൊച്ചിയിൽ മെട്രോ ലൈനിൽ മഗ്ലെവ് ട്രെയിനുകൾ എത്തുകയാണെങ്കിൽ നമുക്ക് ആ അത്ഭുത ട്രെയിനുകൾ നേരിൽ കാണാം, സഞ്ചരിക്കാം. കണ്ടുപിടുത്തങ്ങളുടെ കഥ. ടെലിവിഷൻ ഇല്ലാത്ത അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്നാമത്തെ കാര്യം, കൂട്ടുകാർ എങ്ങനെ കൊച്ചു വാർത്തകൾ കാണും എന്നത് തന്നെ. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ടെലിവിഷന്റെ ചരിത്രമാണ് ഇന്ന് കണ്ടുപിടുത്തങ്ങളുടെ കഥയിൽ. ടെലിവിഷൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണെന്നോ? ദൂരക്കാഴ്ച. അതായത് നമ്മുടെ ദേശീയ ചാനലായ
ദൂരദർശൻ തന്നെ. ദൂരക്കാഴ്ച എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ 1800-ാം ആണ്ടിൽ തന്നെ തുടങ്ങിയിരുന്നു കേട്ടോ. ഇംഗ്ലീഷുകാരനായ അലക്സാണ്ടർ ബെയിൻ എന്നയാളാണ് 1842 അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പക്ഷേ ടെലിവിഷൻ സംപ്രേഷണം എന്ന ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റിയത് സ്കോട്ട്ലൻഡിലെ ജോൺ ലോഗി ബേർഡ് എന്ന ശാസ്ത്രജ്ഞനാണ് കേട്ടോ. സ്കോട്ട്ലൻഡിലെ ഹെലിൻസ്ബർഗ് ഗ്രാമത്തിലെ കൊച്ചു ബേർഡിന് യന്ത്രങ്ങളോടായിരുന്നു ഏറ്റവും പ്രിയം. ഒരു ടെക്നിക്കൽ സ്കൂളിൽ നിന്നും ഡിപ്ലോമ നേടിയ ബേർഡ് റേഡിയോ പ്രക്ഷേപണം കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെയാണ് ബേർഡിന് നിപ്പോൺ ഡിസ്കിനെ കുറിച്ച് അറിവ് കിട്ടുന്നത്. എന്താണെന്നോ നിപ്പോൺ ഡിസ്ക്? വൃത്താകൃതിയിലുള്ള ഒരു തകിടിൽ അരികിലായി നിരവധി ദ്വാരങ്ങൾ. ഈ തകിടിനെ ഒരു ചിത്രത്തിന് മുന്നിൽ വെച്ച് കറക്കും. ഓരോ ദ്വാരത്തിൽ കൂടിയും കടന്നു വരുന്ന ചിത്രത്തിന്റെ ഭാഗങ്ങൾ തുടരെ തുടരെ സ്കാൻ ചെയ്ത് പൂർണ്ണമായൊരു ചിത്രത്തെ മറുതലയ്ക്കൽ ഉണ്ടാക്കിയെടുക്കും. അതാണ് നിപ്പോൺ ഡിസ്ക് ചെയ്യുന്നത്. നിപ്പോൺ ഡിസ്കിനെ കുറിച്ച് അറിവ് കിട്ടിയതോടെ ബേർഡിന്റെ മോഹം മറ്റൊന്നായി, ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്യുക. അങ്ങനെ കയ്യിലുള്ളതൊക്കെ വിറ്റുപെറുക്കി ബേർഡ് ഒരു നിപ്പോൺ ഡിസ്കും ഇലക്ട്രിക് മോട്ടോറും ഒക്കെ വാങ്ങി ലണ്ടനിലെത്തി. പട്ടിണിയും കഷ്ടപ്പാടും മാത്രമായിരുന്നു അവിടെ ബേർഡിനെ കാത്തിരുന്നത്. എങ്കിലും കാൻസ്വേയിലെ ഇരുണ്ട മുറിയിലിരുന്ന് ബേർഡ് തന്റെ ഗവേഷണങ്ങൾ തുടർന്നു. ആദ്യമായി മുറിയിലുള്ള ചിത്രത്തിന്റെ പ്രതിബിംബത്തെ 10 അടി ദൂരത്തിലേക്ക് വായുവിലൂടെ അയക്കുന്നതിൽ ബേർഡ് വിജയിച്ചു. അടുത്ത ദിവസം തെരുവിൽ നിന്ന് കിട്ടിയ പഴയ കളിപ്പാവയെ സംപ്രേഷണം ചെയ്യുന്നതിൽ ഫലം കണ്ടതോടെ കൂടുതൽ ആവേശമായി. തുടർന്ന് തെരുവിലേക്ക് ഓടിയിറങ്ങിയ ബേർഡ് ആദ്യം കണ്ട ആളിനെ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് തന്റെ ഉപകരണത്തിന്റെ മുന്നിൽ ഇരുത്തി. എന്നിട്ട് അയാളുടെ മുഖം സംപ്രേഷണം ചെയ്തു. ടെലിവിഷൻ സംപ്രേഷണം എന്ന ബേർഡിന്റെ സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമാവുകയും ചെയ്തു.